ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി വി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പ്രകടമാണ്. എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം അമേരിക്കൻ ഇൻഡെക്സ് ഫീച്ചേഴ്സും ഇന്ന് മോർണിംഗിൽ വളരെ വീക്കാണ്. ഡൗ ജോൺസ് ഇൻഡെക്സ് ഫീച്ചേഴ്സ് അറൗണ്ട് 600 പോയിന്റോളം താഴെയാണ്. അതേസമയം നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, ബ്രന്റ്, ക്രൂഡ് ഓയിൽ ഈ 3 കമോഡിറ്റികളും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടത്തിയത്. രാവിലെ 8:30 ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $5,345 പെർ ഔൺസിനാണ്. സിൽവർ ഓപ്പൺ ചെയ്ത് $100.13 പെർ ഔൺസ് ആയിരുന്നു. രാവിലെ 8:30 ട്രേഡ് ചെയ്യുന്നത് $94 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓപ്പൺ ചെയ്ത് $81.89 പെർ ബാരലിനായിരുന്നു. രാവിലെ 8:30 ട്രേഡ് ചെയ്യുന്നത് $76.4 പെർ ബാരലിനാണ്. അപ്പോൾ ഈ 3 കമോഡിറ്റികളും വളരെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറാന്റെ അധീനതയിലുള്ള ഹോർമൂസ് കടലിടുക്ക് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ കടലിടുക്കിൽ കൂടെയാണ് ഗ്ലോബലി ഏറ്റവും കൂടുതൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷിപ്പുകളൊക്കെ ഈ കടലിടുക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാപ്പനീസ് ഷിപ്പിംഗ് കമ്പനികൾ ഓൾറെഡി അവരുടെ ഷിപ്പുകളൊക്കെ ഈ ഏരിയയിൽ എൻട്രിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. 150ഓളം ഷിപ്പുകൾ ഈ ഏരിയയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇറാൻ ഇത്തരത്തിൽ ഉള്ള ഷിപ്പുകൾ അമേരിക്കൻ ഷിപ്പുകളെയും അതുപോലെ തന്നെ UK ഷിപ്പുകളെയൊക്കെ ആക്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനും അമേരിക്കയും വലിയ രീതിയിലുള്ള വീരവാദങ്ങളൊക്കെ പടച്ചു വിടുന്നുണ്ട്. എന്നിരുന്നാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്നും മോർണിംഗിലും UAEക്ക് നേരെ അതുപോലെ തന്നെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയൊക്കെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് ഇന്ത്യക്കാണ്. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലൊക്കെ ഹോർമൂസ് കടലിടുക്കിൽ കൂടിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസ് 60% ക്വാണ്ടിറ്റിയും വരുന്നത് ഈ കടലിടുക്കിൽ കൂടിയാണ്. ഒപ്പം നമ്മുടെ എക്സ്പോർട്സ് ഒക്കെ നടത്തുന്ന ഷിപ്പുകളും ഈ കടലിടുക്കിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് ഇന്ത്യനെ സംബന്ധിച്ചാണ് ഏറ്റവും നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഈ സംഘർഷം ചർച്ചയിലൂടെ ഒത്തുതീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് റിയാക്ഷൻ തന്നെയായിരിക്കും മാർക്കറ്റുകൾ കാഴ്ചവെക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന് അത് ഒത്തുതീരുന്നുള്ള കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q3 GDP ഡാറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തിരുന്നു. 7.8% വിചാരിച്ചതിനേക്കാളും സ്വല്പം താഴെയായിരുന്നു. അതോടൊപ്പം തന്നെ GST കളക്ഷൻ ഡാറ്റയും വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ 1.83 ലക്ഷം കോടിയാണ്. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആണ് GST ഡാറ്റ. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ 2300 കോടി രൂപയുടെ പ്രോജക്റ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാവും. CDMO രംഗത്തുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം മാസ്ട്ര മൈക്രോവേവ് അവരുടെ സ്പേസ് മെറ്റിയോറോളജി ഹൈഡ്രോളജി ഡിവിഷൻസ് ഡീമർജ് ചെയ്ത് സെപ്പറേറ്റ് കമ്പനിയാണ്. ലിസ്റ്റ് ചെയ്യും. 1.5-2 വർഷത്തോടത്തേക്കാം ഈ ഡീമർജറിന്. ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. മൈക്രോൺ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ റാം അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഗുജറാത്തിലെ സനന്ദിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്രോൺ ടെക്നോളജീനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ആണ്. അതേസമയം ഇന്ത്യയിലെ ഹാർഡ്വെയർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഏറ്റവും കൂടുതൽ ലഭ്യത കുറവുള്ള 2-3 ഐറ്റംസ് ആണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ, റാൻഡം ആക്സസ് മെമ്മറി സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറിയൊക്കെ. അപ്പോൾ ഇന്ത്യയിലെ കമ്പനികൾക്ക് മൈക്രോണിൽ നിന്ന് ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ് ലോങ് റണ്ണിൽ. ഫെയർഫാക്സ് കാറ്റലിസ്റ്റ് അതിൻ്റെ പ്രൊമോട്ടറാണ്. മിക്കവാറും IDBI ബാങ്ക് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഫെയർഫാക്സ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കാത്തലിക് ബാങ്കും IDBIയും തമ്മിൽ മെർജ് ചെയ്തിട്ടുള്ളൊരു ബാങ്കിങ് ചെയിൻ്റെ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ വളരെ കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് വന്നെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ അനുസരിച്ച് ഫെയർഫാക്സിനെ IDBI ബാങ്ക്
നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നാത്തലി സിറിയൻ ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിനെ കുറിച്ച് സെബി ചെയർമാന്റെ അതുപോലെ തന്നെ NSE ചീഫിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഒപ്പം ബീഹാർ ഗവൺമെന്റ് മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള കമ്പനികൾക്ക് എഗൻസ്റ്റ് ആയിട്ടൊരു ബില്ലൊക്കെ പാസ്സാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ ധാരാളം കാറ്റഗറി ചേഞ്ചസ് ഒക്കെ അനൗൺസ് ചെയ്തിരുന്നു. അതാത് സെക്ടറുകളിലും അതാത് സ്റ്റോക്കുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനികൾ, പെയിന്റ് കമ്പനികൾ, ടയർ കമ്പനികൾ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വലിയ രീതിയിൽ ഉയരുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു നീജർക്ക് റിയാക്ഷൻ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒന്ന് മോർണിംഗിൽ കാണാം. അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ബ്രിഗേഡ് എന്റർപ്രൈസസ് 1700 കോടി രൂപ ഗ്രോസ് ഡെവലപ്മെന്റ് വാല്യൂ ഉള്ള പ്രൊജക്ട് ചെന്നൈയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പാരാസ് ഡിഫൻസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് കടക്കാണ്. ക്രോസ് ഇന്ത്യയിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ആക്സിൽ ബീം എക്സ്ട്രൂഷൻ പ്ലാന്റ് ആണ്. ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടിയുള്ള ഒരു പ്ലാന്റ് ആണ്. ക്രോസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. HG ഇൻഫ്ര 1582 കോടി രൂപ വരെ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. വേദാന്തയ്ക്ക് ബോക്സൈറ്റ് പ്ലാന്റ് അലോക്കേഷൻ വന്നിട്ടുണ്ട്. ഒഡീസയിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസ് ആണ് വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഓട്ടോ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോർ കോർപ്പ്, അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ്, ഈ കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം ബംഗ്ലാദേശ് അഡാനി പവറുമായിട്ടുണ്ടാക്കിയിട്ടിരുന്ന പവർ കരാറ് എഗ്രിമെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഡാനി പവറിന് ധാരാളം കാശ് ബംഗ്ലാദേശിൽ നിന്ന് കിട്ടാനുണ്ട്. ഇതൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അഡാനി പവറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇനി പ്രൊമോട്ടേഴ്സിന്റെ ബൈ നോക്കുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്നുണ്ട്. വർക്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്നുണ്ട്. അതേസമയം ഫ്യൂഷൻ ഫൈനാൻസ്, ഇൻഫോബീൻ ടെക്നോളജീസ്, ഈ 2 കമ്പനികളിലും പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇതൊക്കെയാണ് പൊതുവെയുള്ള ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ഇറാൻ, ഇസ്രായേൽ, US ഇഷ്യൂ തന്നെയാണ്. അതോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും മിഡിൽ ഈസ്റ്റ് കൺട്രികളുടെ പ്രവർത്തനത്തിനെയൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി ഒരു പക്ഷേ 25,000 ബ്രേക്ക് ചെയ്ത് താഴെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വേസ്റ്റ് കേസ് സിനാരിയോയിൽ 24,800, 24,600 ലെവലിലേക്കൊക്കെ നിഫ്റ്റി താന്നാല് അത്ഭുതപ്പെടേണ്ട. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ബോട്ടം ഫിഷിംഗ് നടത്തുകയാണെങ്കിൽ ഡിവിഡൻഡ് പേയിങ് കമ്പനികൾ, അതുപോലെ തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂള്ള ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ ബോട്ടം ഫിഷിംഗ് നടത്തിയാൽ മതി. അതേസമയം ഈ നീജർക്ക് റിയാക്ഷനിൽ ആരും തന്നെ നിരാശയോട് കൂടിയിട്ട് എക്സിസ്റ്റിംഗ് പൊസിഷനൊന്നും തന്നെ എക്സിറ്റ് അടിച്ച് പോണ്ട, മറിച്ച് ഒരു പേഷ്യൻസോട് കൂടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.